ഹലോ, ഹായ് മച്ചാന്മാരെ എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞാന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നത് നമ്മളിപ്പോ ഇലക്ഷന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ഒരു ചൂടിൽ നിൽക്കുകയാണല്ലോ നമ്മളൊക്കെ. അപ്പോ എനിക്ക് നിങ്ങളോട് ഒരുപാട് ചില ആശയങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കണം തോന്നി അങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ആ ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ഒരു ഇതിലാണ്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ ചാടി നടക്കുകയാണ് ഓരോ മണ്ഡലത്തിലൊക്കെ. അവർക്ക് കിട്ടേണ്ട വോട്ടൊക്കെ ഇങ്ങനെ അവരെ ചട്ടിയിലാക്കി ഇട്ടിട്ട്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല്, ഇലക്ഷനൊക്കെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം നമുക്ക് കിട്ടുകയാണ്. 5 വർഷത്തിലൊരിക്കൽ. അത് വലിയൊരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ അല്ലെങ്കിൽ എംപിയെ അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. അപ്പോ ഇപ്പൊ ചില സ്റ്റേറ്റുകളിലൊക്കെ ഇതിനോട് അനുബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല്, തെരഞ്ഞെടുപ്പില് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം. വിനിയോഗിക്കേണ്ട. പക്ഷെ ആ വോട്ടവകാശം കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മളെ കേൾക്കുന്ന, നമുക്കൊരു പോസിറ്റീവ് മനോഭാവം തോന്നുന്ന, നമ്മുടെ മണ്ഡലത്തില് എന്തെങ്കിലും ചെയ്യും, പ്രവർത്തിക്കും എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്കായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ പ്രതിനിധിക്കോ അല്ല കൊടുക്കേണ്ടത്. ഈ മണ്ഡലത്തിൽ ഈ വ്യക്തി എന്ത് ചെയ്യും? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിക്കാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. അയാൾ എന്ത് ചെയ്യും? എന്റെ മണ്ഡലത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് നമ്മുടെയൊക്കെ ഈ മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കുകയും അതിന് പരിഹാരം കാണുകയൊക്കെ ചെയ്യുന്ന നിഷ്പക്ഷനായ ഒരു ജനപ്രതിനിധിക്കായിരിക്കണം നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാമാങ്കങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്ല വോട്ട് കൊടുക്കേണ്ടത്. മാത്രമല്ല നമ്മുടെ പല മണ്ഡലത്തിൽ ഇപ്പോൾ നമുക്കറിയാം, പല രാഷ്ട്രീയ ചാനലുകളും, പല പത്രമാധ്യമ ചാനലുകളും, ഏഷ്യാനെറ്റ് ന്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനോരമ ആയിക്കോട്ടെ, ഇങ്ങനെ പല ചാനലുകളും ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞാൽ, നിയമസഭ ആയിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ, ഇപ്പോൾ ലോക്സഭയാണ്. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ സമയമായി കഴിഞ്ഞാൽ അവര് വോട്ട് വണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചില പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഓരോ മണ്ഡലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ അതിൽ കണ്ട ചില കാര്യങ്ങളുണ്ട്. ചില മണ്ഡലത്തിലൊക്കെ ഈ അവിടെയുള്ള ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങളുണ്ട്. പല ആവശ്യങ്ങളും അവിടെയുള്ള ആളുകൾക്കുണ്ട്. ചില മത്സ്യത്തൊഴിലാളികളായിക്കോട്ടെ, അതുപോലെ തന്നെ ആദിവാസി വിഭാഗം, ട്രൈബൽസ്, അവർക്ക് തന്നെ പല അവകാശങ്ങളുണ്ട്. അതൊന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ജനപ്രതിനിധികളെ നോട്ടം എത്തുന്നത് ഉൾപ്രദേശങ്ങളിൽ. അവിടെയൊക്കെ ഇപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്കിങ്ങനെ മുട്ടാത്ത വാതിലുകളില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി ഓടാത്ത ദിവസങ്ങളുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിഗണിക്കുക. അവിടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചരണ സമയത്ത് പോവുകയും അവരെ മുന്നിൽ ഷോ കാണിക്കുകയൊക്കെ ചെയ്തങ്ങ് പോകും. കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കും. എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ആ പരിസരത്ത് പോയില്ല. അങ്ങനെയുള്ള ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. ഇല്ലാന്നല്ല, ഉണ്ട്. അത് നമ്മുടെ എന്താ പറയാ, കണ്ടു കേൾവിയുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അത് മാറണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ വികസനങ്ങൾ എത്താത്ത മണ്ഡലത്തിലെ ഉൾവഴികളിലും അല്ലെങ്കിൽ ഒതുങ്ങിക്കോ അല്ലെങ്കിൽ ഉൾസ്ഥലങ്ങളിലും ആളുകളിലുമൊക്കെ വികസനങ്ങൾ എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടേക്കുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവിടങ്ങളിലെത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കത് ചെയ്തു കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കണം ഓരോ മണ്ഡലത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്നത്. എങ്കിലേ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലെ ഈ ഇലക്ഷൻ അല്ലെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവും. അതിനൊരു വിലയുണ്ടാവും, വാല്യൂ ഉണ്ടാവും. അല്ലാണ്ട് വെറും ഒരു ഷോ ആയി പോവില്ലേ. ഇവിടെ പലയിടത്തിലും ചില ജനപ്രതിനിധികളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം തിരിഞ്ഞു നോക്കില്ല. അവരവരെ സുഖവും പാട്ടും നോക്കി അങ്ങ് പോകും. ആ വ്യക്തിയെ ജയിപ്പിച്ചത് അവിടെയുള്ള ജനങ്ങളാണ്. അവരുടെ അവകാശങ്ങൾ ഭരണകൂടത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പാർലമെന്റിലേക്ക് ഇവരെ പറഞ്ഞയച്ചത്. അപ്പൊ ചിലരൊക്കെ അതിൽ വളരെ എന്താ പറയാ, മോശം പ്രവൃത്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ട്, ഇല്ലാന്നല്ല. ചിലരൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ എടുത്തു പറയണം. ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായിട്ട് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വോട്ടവകാശം അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് നമ്മുടെ അവകാശമാണ്. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന, നമ്മളെ മണ്ഡലത്തെ കേൾക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കണം വോട്ട്, പാർട്ടിക്കല്ല. അപ്പോൾ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു ആശയം, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയം, എൻ്റെ ഒരു എന്താ പറയുക, നിലപാട്, കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ വോട്ടവകാശം വിനിയോഗിക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.